വ്യാപകമായ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് എമ്പുരാൻ ടീമിന്റെ തന്നെ തീരുമാനപ്രകാരം വെട്ടിച്ചുരുക്കിയ എമ്പുരാന്റെ പുതിയ പതിപ്പ് ചില തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തി. പുതിയ പതിപ്പിൽ സിനിമയിലെ 24 ഭാഗങ്ങളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. നേരത്തെ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. 24 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതോടെ സിനിമയുടെ ദൈർഘ്യം 179.52 മിനിറ്റിൽ നിന്ന് 177.44 മിനിറ്റായി കുറഞ്ഞിരിക്കുകയാണ്. മൊത്തം 2.08 മിനിറ്റ് വരുന്ന 24 സീനുകളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് എന്ന് സെൻസർ രേഖയിൽ വ്യക്തമാകുന്നു. സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയ 24 ഭാഗങ്ങൾ ഇവയാണ്. 1. നന്ദി കാർഡിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരൊഴിവാക്കി. രണ്ടാമത്തേത്, നന്ദി കാർഡിൽ നിന്ന് ജ്യോതിഷ് മോഹൻ IRSന്റെ പേരും ഒഴിവാക്കി. മൂന്നാമതായി, ഒരു കാലഘട്ടം വ്യക്തമാക്കിയിരുന്ന കാർഡ് മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി മാറ്റി. മുഹ്സീനെ കൊല്ലുന്ന സീനും മാറ്റി. നാലാമതായി, മതസ്ഥാപനത്തിന് മുന്നിലൂടെ ട്രാക്ടർ പോകുന്ന ഒരു ദൃശ്യം ഒഴിവാക്കി. അഞ്ചാമതായി, മതസ്ഥാപനത്തിന് മുന്നിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യങ്ങളും മുറിച്ചു നീക്കി. ആറാമതായി, സയ്യിദ് മസൂദിന്റെ ചില സംഭാഷണങ്ങൾ വെട്ടിമാറ്റി. ഏഴാമതായി, ബജ്രംഗിയുടെ ചില ദൃശ്യങ്ങൾ ഒഴിവാക്കി. 8 മുതൽ 11 വരെ സ്ത്രീകൾക്കെതിരായ അതിക്രമ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതാണ്. 12ാമതായി, അക്രമങ്ങളുടെയും മൃതദേഹങ്ങളുടെയും സീനുകൾ ഒഴിവാക്കി. 13 മുതൽ 14 വരെ ബജ്രംഗി എന്ന വില്ലന്റെ ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങളാണ്. 15ാമതായി, കാറിന്റെ നെയിം ബോർഡുകൾ മാറ്റി. 16, പീതാംബരൻ എന്ന കഥാപാത്രത്തിന്റെ സീൻ നീക്കം ചെയ്തു. 17, TV ന്യൂസ് ദൃശ്യങ്ങൾ മാറ്റി. 18ാമതായി, NIA എന്ന വാക്ക് മ്യൂട്ട് ചെയ്തു. 19, ബജ്രംഗി എന്ന വില്ലനും മുന്നയും തമ്മിലുള്ള സംഭാഷണം മാറ്റി. 20ാമതായി, മതസ്ഥാപന സീനുകൾ നീക്കി. 21, മതസ്ഥാപനത്തിന് മുന്നിലൂടെ വാഹനങ്ങൾ പോകുന്ന ദൃശ്യങ്ങളെല്ലാം മുറിച്ചു നീക്കി. 22 മുതൽ 23 വരെ പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബൽദേവ് എന്നാക്കി. 24ാമതായി, കാണാനില്ല എന്ന പത്രവാർത്തയിലെ പേരും ബൽദേവ് എന്ന് മാറ്റിയിട്ടുണ്ട്. അതേസമയം എമ്പുരാൻ സിനിമക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജഗതി ശ്രീകുമാറിന്റെ മകൾ പാർവതി ഷോൺ. എമ്പുരാൻ വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് എന്നും ഇതിന് പിന്നാലെ നടക്കാൻ നാണമില്ലേ എന്നും പാർവതി ചോദിക്കുന്നു. ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ വന്നത്. പത്രമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും വീക്ഷിക്കുമ്പോഴും അവിടെയെല്ലാം എമ്പുരാൻ സിനിമ മാത്രമാണ്. അതായത് ഒരു ശരാശരി സിനിമയുടെ വിശേഷണം മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ സിനിമ പോയി കാണൂ, അല്ലാത്തവർ കാണേണ്ട. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ആണ്. നമ്മുടെ നാട്ടിൽ, ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. ഇതൊരു സംഭവമാണോ? എനിക്കറിയില്ല ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിന്റെ പിന്നാലെയാണ് എന്ന്. നേരാവണ്ണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല. നാണമില്ലേ ഇതിന്റെ പിന്നാലെ നടക്കാൻ? ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അതവർക്ക് കൊള്ളാം. നമുക്കെന്ത് നേട്ടം ഇതിന് പിന്നാലെയൊക്കെ നടന്നിട്ട്? പത്രമാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത പ്രാധാന്യം ഇതിന് കൊടുക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ? പാർവതി വീഡിയോയിൽ ചോദിക്കുന്നു. ഇതിനിടെ എമ്പുരാൻ വിവാദങ്ങൾ കത്തി നിൽക്കെ സംവിധായകൻ പൃഥ്വിരാജിന് പിന്തുണയുമായി ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സുപ്രിയ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. എമ്പുരാന്റെ ആഗോള കളക്ഷൻ 200 കോടിയിലെത്തി എന്ന പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ടാണ് അവർ പൃഥ്വിരാജിന് പിന്തുണയുമായി എത്തിയത്. പൃഥ്വിരാജ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് സുപ്രിയ എഴുതിയിരിക്കുന്നത്. പൃഥ്വിയെക്കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നുവെന്നും അവർ കുറിച്ചു. പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരനും പൃഥ്വിരാജിന് പിന്തുണയുമായി നേരത്തെ എത്തിയിരുന്നു. തുടർന്ന് മല്ലികയ്ക്കും സുപ്രിയക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് B ഗോപാലകൃഷ്ണൻ എത്തുകയുണ്ടായി. സുപ്രിയ അർബൻ നക്സലാണ് എന്നും ആ അഹങ്കാരിയെ നിലക്ക് നിർത്താനാണ് അമ്മായിയമ്മ ശ്രമിക്കേണ്ടതെന്നുമായിരുന്നു B ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നത്. ഈ പരാമർശത്തിനെതിരെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം രംഗത്തെത്തുകയും ചെയ്യുകയുണ്ടായി. അതേസമയം എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്.